സുമി എന്തോ ചാക്കും ചട്ടിയൊക്കെ ഇട്ട് നമ്മളിത് പെറ്റൂണിയ നടാൻ പോകണം. കുറേ പേര് നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ് പെറ്റൂണിയ ഞാൻ നടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ അയച്ചു കൊടുക്കുമ്പോൾ അവരെങ്ങനെ നടണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അങ്ങനെ ഒരു വീഡിയോയും കൂടി ചെയ്തേക്കാന്ന് ഓർത്ത്. പെറ്റൂണി എങ്ങനെ നടണ്ടേ, അതായത് നമ്മൾ കുറേ അയച്ചിട്ട് കിട്ടുന്ന പെറ്റൂണി ഉണ്ടല്ലോ, അത് എങ്ങനെ ഇവർ പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ നടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെറ്റൂണിയ നടാം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് സുമി എങ്ങനെയാണ് പെറ്റൂണിയ നടുന്നതെന്ന്. സുമി എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. അത് ആ ഒരു സംശയം വേണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക. അതെ, പെറ്റൂണിയ നടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മണ്ണുണ്ടല്ലോ, ചുവന്ന മണ്ണ്, ദേ നമ്മുടെ അവിടെ കിടക്കുന്ന മണ്ണാണ്. ഞാനത് എടുത്ത് കാണിച്ചു തരാം. ഒരു കപ്പ് എടുത്തോണ്ട് വരാം, ഇവിടെ നിന്നോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മണ്ണ്, കണ്ടോ, നല്ല ചുവന്ന മണ്ണ്. ചുവന്ന മണ്ണ് ചെമ്മണ്ണെന്നൊക്കെ പറയൂലേ. മണ്ണെന്ന് പറയുന്നത് നമ്മളിവിടെ മണ്ണായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലോഡ് മണ്ണ് ഇറക്കുമ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്മായം, അറിയാമല്ലോ, ഡോളമേറ്റോ അല്ലെങ്കിൽ ഡോളമേറ്റ് ചേർക്കണ്ട, നമുക്ക് കുമ്മായം കിട്ടുവാണെങ്കിൽ കുമ്മായം ചേർത്തിട്ട് നിങ്ങൾ മണ്ണൊരു 15 മുതൽ 20 ദിവസം വരെ ഒരു സ്ഥലത്ത് മിക്സ് ചെയ്ത് കൂട്ടിയിടണം. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ലോഡ് മണ്ണടിച്ച് എപ്പോഴും കൂട്ടിയിടും. അപ്പോൾ ആ കൂട്ടിയിടുന്ന മണ്ണിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെടികൾ നടാറുള്ളത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എൻ്റെ അടുത്ത് ചെടികൾ ഓർഡർ ചെയ്യണ സമയത്ത് വീട്ടിൽ കുമ്മായം ചേർക്കാത്ത മണ്ണാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണെടുത്തിട്ട് അതിനകത്ത് കുമ്മായം മിക്സ് ചെയ്ത് ഒരു സൈഡിൽ കൂട്ടിയിടുക. ഒരു 10 മുതൽ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ അതിൻ്റെ pH ഒക്കെ ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ മണ്ണിൽ വേണം നമ്മൾ എപ്പോഴും ചെടികൾ നടാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത മണ്ണാണിത്. ഇതിനകത്തേക്ക് ഇത്രയും തന്നെ ചകിരിച്ചോറ് ചേർക്കണം. ചകിരിച്ചോറ്, പിന്നെ കുറച്ച് ഫംഗിസൈഡ് ചേർക്കണം. ഫംഗിസൈഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാഫാണ് കേട്ടോ. സാഫ് അറിയാൻ മേലാത്തവരുണ്ടോ? സാഫ് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ കാണിച്ചു തരാം. സാഫ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാഫ് കാണിക്കണം. സാഫ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇച്ചിരി വാളാണേ, അതെടുത്ത് വെച്ചതാണ്. ഇതാണ് സാഫ്, കണ്ടോ. ഇതൊരു നല്ല ഫംഗിസൈഡാണിത്. അപ്പോൾ ഇത് നമ്മളിതും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഇത് നമുക്ക് 2 തരത്തിലാണ്. അതായത് ചെറിയ രീതിയിൽ ഇത് കീടാക്രമണത്തെയും കുറക്കും, പിന്നെ ഫംഗസിനെയും പ്രിവെൻറ്റ് ചെയ്യും. ഇത് 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് അപ്പോൾ ഇത് കുറച്ച് പൊട്ടിച്ച് നമ്മുടെ ഈ മണ്ണിൽ ചേർക്കണം. നടണ സമയത്ത് കുറച്ച് മതി കേട്ടോ, കുറഞ്ഞ അളവിൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് കുറച്ച് ജൈവവളമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക. ഇതിപ്പം നമ്മുടെ കയ്യിൽ ഇത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജൈവ വളക്കൂട്ടാണിത്. അപ്പോൾ ഈ വളം നമ്മളിവിടെ എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ ഇത്രയും ഒരു മണ്ണെടുത്താൽ ഇതിൻ്റെ അത്രയും തന്നെ അളവിൽ ചകിരിച്ചോറ് എടുക്കും. പിന്നെ ഇതിനകത്ത് നിന്ന് ഇത്രത്തോളം മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇത്ര അളവിന് ഇത്രത്തോളം നമുക്ക് ഇതിനകത്ത് ജൈവവളവും ചേർക്കും. എന്നിട്ട് ഇതിനകത്ത് ഇത്രയും കൂടി തന്നെ ചകിരിച്ചോറും ചേർത്താണ്, പിന്നെ കുറച്ച് സാഫ് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടി നിറക്കുന്നത്. ചട്ടി നിറച്ച് നമ്മൾ ഈ ചെടി നടുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചെടി കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയോ? നമുക്കിത് ചെടി ആണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വല്ലയിടത്തുനിന്ന് വാങ്ങിച്ചാലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചാലും ചെടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പരുവത്തിന് ഇങ്ങനെ ആയിരിക്കും. കുറച്ചൊക്കെ മണ്ണ് കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിനല്ലേ കിട്ടുന്നത്, കണ്ടോ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നടേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വളം ഉണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ഇതിങ്ങനെ കുറച്ച് ചട്ടിയുടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വളം ഇടുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ കുറേ കൊണ്ടുപോയിട്ട് കല്ലും കട്ടയെന്ന് അടിയിൽ ഇടണമെന്നില്ല. അങ്ങനെ ഹോളൊക്കെ നന്നായിട്ടുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഈ ചട്ടിക്കൊക്കെ. എന്നിട്ട് ഈ വളക്കൂട്ടടങ്ങിയ ഈ നമ്മൾ അങ്ങനെ നട്ട ചെടികളാണ് നേരത്തെ ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ ചെടി നേരെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വീണ്ടും നമ്മൾ ഈ മണ്ണുണ്ടല്ലോ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. ആ സൈഡിൽ കൂടി ഫില്ല് ചെയ്ത് കൊടുത്തേക്കണം. ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടോ,
ഇതൊരു നല്ല മിക്സാണ് കേട്ടോ ഇത്. ഈ ഒരു കാര്യം ഇങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വളർച്ച ഇതിനകത്ത് ചെടികൾക്ക് നല്ല രീതിയിൽ കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. വളം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് ചെടി മിക്സ് ചെയ്ത് ചെടി ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് നട്ടാൽ നമുക്കിതിനകത്ത് അടിപൊളിയായിട്ട് ചെടികൾ നന്നായിട്ട് വളർന്നു വരും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ നടാറുള്ളത്. ഇവിടെ പൊതുവേ നടാറുള്ളത് ഇങ്ങനെയാണ് ഞാൻ ചെടികൾ നടാറുള്ളത്. അങ്ങനെ നട്ടിട്ട് നമുക്ക് പൂവായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് മൊത്തം. കണ്ടോ, ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. വെള്ളമൊക്കെ നിറച്ചൊഴിച്ച് കൊടുത്താൽ ചെടി ചീഞ്ഞു പോകും, വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കും. അപ്പോൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പാടില്ലല്ലോ, മഴ കൊള്ളരുത്. നമ്മളുടെ ഇതുപോലെ ഇട്ടാൽ മതി, യാതൊരു കുഴപ്പമില്ല. ഷെയ്ഡ് ഇടുന്നത്. മഴ ഡയറക്റ്റ് കുത്തി അടിച്ച് കൊള്ളാത്ത രീതിയിൽ ഇട്ടാൽ മതി.